പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഉദയം എന്ന പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യേശുവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഭൂമിയിൽ ഉദിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പരമ്പരയിൽ പഠിക്കുന്നത്. പ്രത്യേകിച്ചും യേശു ഉപമകളിലൂടെ വിശദീകരിച്ച ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം. ദൈവരാജ്യം ഉദയം ചെയ്യുന്നു യേശുവിൻ്റെ ജീവിതത്തിൽ, പ്രവർത്തനങ്ങളിൽ, പഠനങ്ങളിൽ. അതുകൊണ്ടാണ് ഉദയം എന്ന ഈ പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ പ്രബോധനത്തിലൂടെ യാഥാർത്ഥ്യമാകുന്ന ഉദിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ചില സവിശേഷതകൾ, യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെ സവിശേഷതകൾ, ഉപമകളെക്കുറിച്ചുള്ള ചില പൊതുവായ കാര്യങ്ങൾ, ഇതായിരുന്നു കഴിഞ്ഞ 4 പ്രഭാഷണങ്ങളിൽ നമ്മൾ കേട്ടത്. ഇന്ന് മുതൽ ഇനി യേശു പറഞ്ഞ ഓരോ പ്രധാനപ്പെട്ട ഉപമകൾ എടുത്ത് വിശദമായി പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇന്ന് നമ്മൾ 13-ാമത്തെ അധ്യായം 1 മുതൽ, മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ഉപമ പഠന വിഷയമാക്കുകയാണ്. ആദ്യമേ സുവിശേഷത്തിൽ നിന്ന് ആ ഉപമയുടെ വിശദീകരണം നമുക്ക് കേൾക്കാം. മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അന്നു തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്ത് ഇരുന്നു. വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്തു വന്നു. തന്നിമിത്തം അവനൊരു തോണിയിൽ കയറിയിരുന്നു. ജനക്കൂട്ടം മുഴുവൻ തീരത്തു നിന്നു. അപ്പോൾ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അത് തിന്നു. ചിലത് മണ്ണധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റു വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, യേശു പറഞ്ഞതിൽ വളരെയധികം അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഉപമയാണ് ഈ വിതക്കാരൻ്റെ ഉപമ എന്നറിയപ്പെടുന്ന ഈ ഉപമ. ഉപമയുടെ അവസാനം യേശു പറയുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്തോ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിലുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ്. യേശു കടൽത്തീരത്തിരുന്നാണ് പറയുക. ആൾക്കൂട്ടം കണ്ടപ്പോഴേക്കും ഗലീലി തടാകത്തിന് തീരത്ത് നിന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് ഒരുപാട് ആളുകൾ വന്നപ്പോൾ യേശുവിനെ ജനത്തിന് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തോണിയിൽ കയറി കരയിൽ നിന്ന് അല്പം മാറ്റി ജനങ്ങൾ മുഴുവനും കടലിന് അഭിമുഖമായി നിൽക്കുന്നു. യേശു ജനങ്ങളെ നോക്കി നിൽക്കുന്നു. ജനങ്ങളുടെ പുറകിൽ ഗലീലി കുന്നുകൾ കാണും. യേശു അവരോട് ഉപമകൾ വഴി സംസാരിക്കാൻ തുടങ്ങി. കഥയിലൂടെ പറഞ്ഞ കഥ വളരെ വ്യക്തമാണ്. ഒരു സാധാരണ സംഭവം. യേശു പറയുന്നത് കേട്ട് പുറകോട്ട് തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കാണാം അവർക്ക് ഒരാൾ വിതയ്ക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ വിതയ്ക്കുന്നു. പക്ഷേ ഇങ്ങനൊരു വിതയുണ്ടോ? നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ മുള്ളുകളുടെ ഇടയ്ക്കിലും പാറപ്പുറത്തും വഴിയിലും കൊണ്ടുപോയി ആരെങ്കിലും വിതയ്ക്കുമോ? അപ്പോൾ ശ്രദ്ധയില്ലാത്തൊരു വിതക്കാരനല്ലേ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ പലസ്തീനായിൽ വിത്ത് വിതച്ചിരുന്നത്, ഗോതമ്പ് വിതയ്ക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ആയിരുന്നില്ല. പലപ്പോഴും അവർ വിതയ്ക്കുന്നത് ഇവിടെ ഇതുപോലുള്ള വയലുകളായിരുന്നില്ല ഗലീലയിൽ ഉണ്ടായിരുന്നത്, കുന്നുചെരുവുകളാണ്. അവിടെ പലപ്പോഴും വിതച്ചതിന് ശേഷമാണ് നിലം ഉഴുത് വൃത്തിയാക്കുക. അപ്പം നമ്മളിവിടെ നിലം ഉഴുത് വൃത്തിയാക്കി കല്ലെല്ലാം എടുത്തു മാറ്റിയതിന് ശേഷം വിതയ്ക്കുന്നു. പക്ഷേ പലസ്തീനായിൽ അവർ ചെയ്തിരുന്നത് ഈ വിതയ്ക്ക് ശേഷമാണ് ഉഴുതുമറിക്കുക. അങ്ങനെ ഉഴുതുമറിക്കുമ്പോൾ വിതച്ച വിത്തെല്ലാം മണ്ണിനടിയിലാകും, വേഗം വളർന്നു വരാനായിട്ട് സാധിക്കുകയും ചെയ്യും. പലസ്തീന, പ്രത്യേകിച്ചും ഗലീലിയിലെ മണ്ണ് വലിയ ഫലപുഷ്ടമാണെന്ന് പറയാൻ സാധിക്കില്ല. ഫലപുഷ്ടിയുള്ള ചില വയലുകളുണ്ട്, പക്ഷേ അധിക പങ്കും ഫലപുഷ്ടി കുറഞ്ഞ മണ്ണാണ്, അധികവും കല്ലുകളുള്ള മണ്ണാണ്. ഇത്രയും കല്ലുള്ള മണ്ണ് ഒരിടത്തും കാണില്ല. ചെറിയ കല്ലുകൾ, ഉണ്ടക്കല്ലുകൾ, പാറക്കല്ലുകളെല്ലാം ഉണ്ട്. ചുണ്ണാമ്പ് കല്ലാണ് അധികവും. ഒരുപാട് കല്ല്. ഇന്ന് നിങ്ങൾ പോയാൽ ഗലീലി തടാകത്തിൻ്റെ തീരത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കല്ല് നിറഞ്ഞ കുന്നുകൾ കാണാം. അപ്പോൾ അവിടെയാണ് വിതയ്ക്കാൻ പോവുക. അപ്പോൾ ആ വയലിൻ്റെ പ്രത്യേകത ഒന്ന്, ഇപ്പോൾ വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു. ഈ വഴി എന്ന് പറഞ്ഞപ്പോൾ മെയിൻ റോഡല്ല. അപ്പോൾ ഈ ഇതിലൂടെ തന്നെ നടന്നു പോകാനായിട്ട് പലരുടെയും പ്രോപ്പർട്ടി ഉണ്ടാകും. വയലിൻ്റെ അതിരിലൂടെ ആയിരിക്കും നടവഴി. ചിലപ്പം വയൽ നടുവിലൂടെയും നടന്നു പോകുന്ന വഴി ഉണ്ടാകും. അതൊന്നും വെട്ടിയൊരുക്കിയതൊന്നുമല്ല. അപ്പോൾ അങ്ങനെ പോകുന്നു, മൊത്തം വിതയ്ക്കുന്നു. ചിലപ്പോൾ വഴിയരികിൽ വീഴാം. പിന്നെ പലപ്പോഴും പാറ ഉണ്ടാകും. പാറയുടെ പുറത്ത് ചിലപ്പോൾ അല്പം മണ്ണുണ്ടാകും. ഈ മണ്ണിനടിയിൽ കിടക്കുന്ന കല്ല്
അതിൻ്റെ മുകളിലുണ്ടാകും, പിന്നെ മുൾച്ചെടികളുണ്ടാകും. അപ്പോൾ എല്ലായിടത്തും വിതറുന്നു, നല്ല മണ്ണുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആർക്കും മനസ്സിലാവുന്നതാണ് ഈ വിതയുടെ ശൈലി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. സാധാരണ വിതയ്ക്കുന്നത് ഇതിനെന്താ പ്രത്യേകത? പാറപ്പുറത്ത് വീണ് ഉണങ്ങിപ്പോകുമെന്നറിയാം, വഴിവക്കിലൊന്നാൽ കാക്ക കുത്തിക്കൊണ്ടു പോകുമെന്നറിയാം, മുൾച്ചെടികൾക്കിടയിലാണെന്നുണ്ടെങ്കിലും ഫലം തരികയില്ല. ഇത് വളരെ സാധാരണമല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഇതിനെന്താ പ്രത്യേകത? ഇതാണ് യേശു പറഞ്ഞ കഥയുടെ പ്രത്യേകത സ്വഭാവം. കഥയിലൂടെ പറഞ്ഞു, പക്ഷേ കഥ കാര്യം മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഏതു സാഹചര്യത്തിലാണ് യേശു ഉപമകൾ പറയുന്നത്. യേശുവിൻ്റെ വാക്ക് കേട്ട് മനസ്സ് തിരിയാൻ തയ്യാറാകാത്ത ഒരു ജനം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മനസാന്തരപ്പെടാൻ തയ്യാറാകാത്തൊരു സമൂഹത്തിന് മുമ്പിൽ വീണ്ടും അവതരിപ്പിക്കുകയാണ്. അപ്പോൾ രണ്ട് തട്ടായിട്ട് യേശുവിൻ്റെ മുമ്പിൽ ജനങ്ങൾ തിരിയുന്നതായിട്ട് കാണും. യേശുവിനെ സ്വീകരിക്കാൻ സന്നദ്ധമാകുന്ന ഹൃദയം തുറന്നവർ, സ്വീകരിക്കാൻ തയ്യാറാകാതെ അടയാളങ്ങൾ കാണാൻ വേണ്ടി മാത്രം വരുന്ന നേതാക്കന്മാർ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യേശു ഈ കഥ പറഞ്ഞു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ കഥ നമുക്ക് ഇവിടെ വെച്ച് തന്നെ വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കാം. ഈ കഥയുടെ അർത്ഥം എന്താണ്? ഈ കഥയിൽ നമ്മൾ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകാതെ ഈ കഥ തന്നെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുക. നമ്മൾ ഉപമകൾ വ്യാഖ്യാനിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു നിയമമുണ്ട്. ഇപ്പോൾ ഉപമകൾ പറയുന്നത്, ഒരു കഥ പറയുന്നതൊരു പ്രധാന ആശയം അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. പാരബിൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, നമ്മൾ ഉപമ എന്ന് വിശേഷിപ്പിക്കുന്നതിന് പാരബിൾ. പാരബിൾ എന്ന ഇംഗ്ലീഷ് വാക്ക് പാരാബൊളെ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് വരിക. പാരാബൊളെ. പാരാബൊളെ എന്ന വാക്ക് തന്നെ ഒരു ക്രിയാധാതുവിൽ നിന്ന് വരുന്ന പാരാ ബല്ലേയിൻ. പാര എന്ന് പറഞ്ഞാൽ സമാന്തരം, ബല്ലേ എന്ന് പറഞ്ഞാൽ വയ്ക്കുക, സമാന്തരമായി വയ്ക്കുക. ഒന്നിന് സമാന്തരമായി മറ്റൊന്ന് വയ്ക്കുന്നതിനാണ് പാരാ ബല്ലേയിൻ എന്ന് പറയുക. അപ്പോൾ ഒന്നിന് സമാന്തരമായി മറ്റൊന്ന് വയ്ക്കുന്നത് എന്താണ്? എന്തിന് സമാധാനം? അപ്പോൾ നമുക്ക് അദൃശ്യമായൊരു ദൈവിക യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അതിന് സമാന്തരമായ, ഇതിനോട് സാമ്യമുള്ള ഒരു ഭൗതിക യാഥാർത്ഥ്യം വെക്കുന്നു. ദൈവരാജ്യം എന്ന ദൈവിക യാഥാർത്ഥ്യത്തിൻ്റെ അജ്ഞാതമായ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി ഈ വിതക്കാരൻ എന്ന, വിതയ്ക്കുന്ന വിത്തും വിതക്കാരനും എന്ന ഒരു ഭൗതിക യാഥാർത്ഥ്യം ഇതെല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. വിതയ്ക്കുന്നു, അവിടെ ഇവിടെയെല്ലാം വീഴുന്നു, നഷ്ടപ്പെടുന്നു, എന്തായാലും അവസാനം ഫലമുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേൽക്കാരുടെ ഒരു പ്രസംഗശീലം നമ്മൾ ആണെങ്കിൽ സാധാരണ ഒരു കൂടുതലായിട്ട് കാണുക 30 അല്ല 60 100 എന്ന് പറയും. അവരുടെ പൊതുശൈലി 100 60 30 കുറഞ്ഞു വരുന്നത്. അതൊരു അവതരണ ശൈലിയായിട്ട് കണക്കാക്കിയാൽ മതിയാവും. അപ്പോൾ 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നു. ഇങ്ങനെയെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടും ഈ വിത്ത് തന്നെ 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നു എന്ന് പറയുമ്പോൾ അതാണ് മെയിനായിട്ടുള്ള ആശയം. അപ്പോൾ ഇത് ദൈവരാജ്യത്തിൻ്റെ ഉപമയാണ് പറയുക. ദൈവരാജ്യം ഇവിടെ ഒരു യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. ഇവിടെ പറഞ്ഞതെല്ലാം പ്രതിബന്ധങ്ങളാണ്. ചിലത് കാക്ക കുത്തിക്കൊണ്ടു പോകുന്നു, ചിലത് കരിഞ്ഞു പോകുന്നു, ചിലത് മണ്ണിനടി വീണ് ഫലം തരാതെ പോകുന്നു, മുൾച്ചെടിയിലിടെ ഉടക്കിക്കളയുന്നു. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഈ ദൈവരാജ്യത്തിൻ്റെ വചനം ഫലമുണ്ടാക്കുക തന്നെ ചെയ്യും. അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ 100 മേനി ഫലമുണ്ടാകും. ഇപ്പോൾ 3/4 ഭാഗവും നഷ്ടപ്പെട്ടെങ്കിലും 100 മേനിയാണ് ഫലമുണ്ടാകുന്നതെങ്കിൽ അതൊരു വലിയ ഫലം തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം ഈ ഭൂമിയിൽ എങ്ങനെ യാഥാർത്ഥ്യമാകും എന്ന് യേശു പഠിപ്പിക്കുകയാണ്. ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും നേരിടും. യേശു തന്നെ നേരിട്ടതാണ്. അപ്പോൾ പ്രത്യേകിച്ചും യേശുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നത് മാത്രമല്ല, അവനെ ചോദ്യം ചെയ്യുന്നു, വിചാരണ ചെയ്യുന്നു, ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, അവസാനം വധിക്കാനും ശ്രമിക്കുന്നു. അപ്പോൾ ദൈവരാജ്യം പ്രഘോഷിക്കാനായിട്ട് കടന്നു വന്ന യേശു വലിയ പ്രതിസന്ധികൾ നേരിടുന്നു. ദൈവരാജ്യത്തിൻ്റെ പ്രതിസന്ധിയിലാണ്. ഇങ്ങനെ പ്രതിസന്ധികളെല്ലാം ഉണ്ടാകുന്നുണ്ടെങ്കിലും 3/4 ഭാഗം 75% വിത്തും നഷ്ടപ്പെട്ടു പോയെങ്കിലും 25% നല്ല നിലത്ത് വീഴും, ഫലമുണ്ടാവുക തന്നെ ചെയ്യും. ഇതാണ് കഥയുടെ അർത്ഥം. മുഖ്യമായിട്ടും യേശു പറയുന്നതാണ്, ദൈവരാജ്യം പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോകും. പക്ഷേ ഭയപ്പെടേണ്ട, ഈ ദൈവരാജ്യം തന്നെ യാഥാർത്ഥ്യമായി മാറും. ഇവിടെ ഫലം പുറപ്പെടുവിക്കും. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഈ വിത്തിന് തന്നെ ഫലം പുറപ്പെടുവിക്കാനുള്ള ശക്തിയുണ്ട്. കാരണം ദൈവരാജ്യം ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവേശിക്കാൻ ശ്രമിക്കുന്നവരും ഒരു കാരണവശാലും നിരാശപ്പെടരുത്, പരാജയപ്പെട്ടു എന്ന് വിചാരിക്കരുത്. ദൈവരാജ്യം ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അനവധിയായ പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ട് മുന്നേറും. അത് പിന്നീട് മനസ്സിലാകും. പ്രലോഭനങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെ, മതമർദ്ദനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതാണ് ദൈവരാജ്യം. പക്ഷേ അവിടെ ഒന്നും അത് തകർക്കപ്പെട്ടില്ല. ഒരുപാട് നഷ്ടപ്പെട്ടെന്ന് തോന്നിയാലും ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഉപമ വിതക്കാരൻ്റെ ഉപമയിൽ മുഖ്യമായി നൽകുന്ന പ്രധാന ആശയം ഇതാണ്. പ്രതിബന്ധങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും നടുവിൽ, നഷ്ടങ്ങൾക്കും മധ്യത്തിലും ദൈവരാജ്യം വളരും.
അത് യാഥാർത്ഥ്യമാവുകയും ചെയ്യും. യേശുവിൻ്റെ അനുഭവമായിരുന്നു, ശിഷ്യന്മാരുടെ അനുഭവമായിരുന്നു. ഒരുപക്ഷെ യേശു പറയുന്ന ഈ ഉപമ പറയുന്ന ഈ സാഹചര്യം ഇത് വളരെ വ്യക്തമാക്കുന്നതുമാണ്. വളരെ സന്തോഷത്തോടു കൂടി വന്ന ജനങ്ങൾ സാവകാശം പിന്മാറുകയാണ്. അവൻ അത്ഭുതം പ്രവർത്തിക്കാതായപ്പോൾ സ്വീകരിക്കാൻ ആൾക്ക് തയ്യാറാകുന്നില്ല. അത്ഭുതം പ്രവർത്തിച്ചിട്ട് കണ്ടിട്ട് പോലും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. പിശാചു ബാധിതനെ സുഖപ്പെടുത്തുമ്പോൾ പിശാചുകളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് അവൻ സുഖപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനുള്ള തീരുമാനമായി. അവൻ സാപത്തിൽ രോഗശാന്തി നൽകുമ്പോൾ അവൻ സാപത്ത് ലംഘിക്കുന്നവനാണ്, നിയമലംഘകനാണെന്ന് പറയും. യേശു ദൈവത്തിൻ്റെ അധികാരം കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അവൻ ദൈവമായി ചമയുന്നതായി. അപ്പോൾ എന്തു പറഞ്ഞാലും സ്വീകരിക്കാൻ തയ്യാറാകുന്ന നിഷേധിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ, ഈ പ്രതിസന്ധികൾക്ക് മുമ്പിൽ നിരാശപ്പെടാതെ മുന്നോട്ട് പോകും. ഈ ദൈവരാജ്യങ്ങളുടെ ഫലമണിയുക തന്നെ ചെയ്യും. അപ്പോൾ യേശുവിൻ്റെ തന്നെ ജീവിതത്തിലും പിന്നീട് ശിഷ്യന്മാരുടെ ജീവിതത്തിലും ഒക്കെ യാഥാർത്ഥ്യമാകുന്ന ഒരു അവസ്ഥയാണ് ഈ വിത്തക്കാരൻ്റെ ഉപമയിലൂടെ പറയുക. പക്ഷേ ഇത് മാത്രമല്ല, ഇതാദ്യ ഭാഗം. ഇത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി ശിഷ്യന്മാർക്ക്. അതുതന്നെയുമല്ല, സഭയുടെ ജീവിതത്തിൽ ഈ ഉപമയ്ക്ക് ഒരു പുനരാഖ്യാനമുണ്ടായി, ഒരു വ്യാഖ്യാനം. ആദ്യത്തെ വ്യാഖ്യാനത്തിൽ നിന്ന് അല്പം കൂടി വ്യത്യസ്തമായി ഒരു പുനരാഖ്യാനം ഇവിടെ നടക്കുകയാണ്. റീറീഡിങ്, ആപ്ലിക്കേഷൻ, ജീവിതവുമായി ബന്ധപ്പെടുത്തുക, അനുദിന ജീവിതത്തിലേക്ക് ബന്ധപ്പെടുത്തുക. ഇപ്പോൾ ഉപമ അഥവാ പാരബിൾ എന്ന് പറയുന്നത് ഓരോ വിശദാംശങ്ങൾക്കും പ്രത്യേകം പ്രാധാന്യം നൽകി വ്യാഖ്യാനിക്കുന്ന ഒരു അല്ലഗറി ആയിട്ട് അവതരിപ്പിക്കുകയാണ്. അല്ലഗറി എന്ന അന്യാപദേശം എന്ന് പറയാം. പാരബിൾ, ഉപമ, സദൃശ്യം, ദൃഷ്ടാന്തം. ഈ പാരബിൾ അല്ലെങ്കിൽ ഉപമയ്ക്ക് ഒരു പ്രധാന ആശയമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ കഥ ചിലപ്പോൾ ഓരോ വിശദാംശങ്ങൾക്കും പ്രത്യേകം വ്യാഖ്യാനം നൽകുമ്പോൾ അതിനെ ഒരു അന്യാപദേശമായി, അല്ലഗറിയായി വ്യാഖ്യാനിക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ അവതരണ രീതിയാണ് നമ്മൾ പിന്നീട് കാണുക. അത് മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. വിതക്കാരൻ്റെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളും, 18 മുതൽ 23 വരെ. രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട ദുഷ്ടമെന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. വചനം കേട്ടിട്ട് ഉടനെ സസന്തോഷം സ്വീകരിക്കുകയും തന്നെ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണുപോവുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണ വിത്ത്. ഒരുവൻ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാക്കുകയും ചെയ്യുന്നു. ഇവനാണ് മുൾകളുടെ ഇടയിൽ വീണ വിത്ത്. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. ഇതൊരു വ്യാഖ്യാനമാണ്, സഭയിൽ നൽകുന്ന വ്യാഖ്യാനം. യേശുവിൻ്റെ കാലഘട്ടം കഴിഞ്ഞു, സഭയിൽ വിവിധങ്ങളായ പ്രതിസന്ധികളുണ്ടാകുന്നു. ആ ഉപമ വീണ്ടും വ്യാഖ്യാനിക്കുകയാണ്. യേശുവിന് നൽകിയ വ്യാഖ്യാനമാകാം, പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് ശിഷ്യ സമൂഹത്തിൽ ലഭിച്ച വ്യാഖ്യാനമാണെന്ന് ഇത് കരുതുന്നവരുമുണ്ട്. അപ്പോൾ ഇവിടെ ഉപമയുടെ തന്നെ സ്വഭാവം മാറുകയാണ്. അപ്പോൾ ആ വ്യക്തമായിട്ട് പറയും ഇവിടെ എന്താണ് വിത്ത്, ആരാണ് വിതക്കാരൻ, എന്താണ് ഈ വിത്തിൻ്റെ ഫലം. ആരംഭത്തിൽ ഇത് വിശദീകരിച്ച് പറയും, വിതയ്ക്കാൻ വരുന്നത് മനുഷ്യപുത്രനാണ്, ദൈവവചനമാണ് വിത്ത്, ദൈവരാജ്യത്തിൻ്റെ വചനം. ആ വിത്ത് വീഴുന്ന വിവിധ രീതിയിലുള്ള ഭൂമിയാണ് മനുഷ്യർ. അതേസമയം വിശദീകരിച്ചുമ്പോഴത്തേക്കും അതാണ് വിത്ത് എന്ന് പറയും. അപ്പോൾ വിശദീകരണത്തിൽ പ്രത്യേക പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ 4 തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇവിടെ എടുത്ത് കാണിക്കുക. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഒരു സ്വഭാവം വിശദീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവരാജ്യം സ്വീകരിക്കുന്ന മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചായി വ്യാഖ്യാനം. അപ്പോൾ വ്യാഖ്യാനം വഴിതെറ്റുകയല്ല, വഴി കാട്ടുകയാണ്. അപ്പോൾ യേശു പറഞ്ഞ ഈ കഥ ഇന്നത്തെ എൻ്റെ ജീവിത സാഹചര്യത്തിൽ എന്തർത്ഥമാണ് ഉണ്ടാക്കുക? ഒരു പ്രത്യാശ നൽകുക മാത്രമല്ല, ഈ വചനം എപ്രകാരം സ്വീകരിക്കണം, വചനം ഫലം പുറപ്പെടുവിക്കുന്നതായിരിക്കും എന്ന ആശയത്തിൽ നിന്ന് വേർതിരിച്ച് ഈ വചനം സ്വീകരിക്കുന്ന വ്യക്തികളുടെ മനോഭാവം എന്തുള്ളതായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വിശദീകരണമായി മാറി എൻ്റെ വ്യാഖ്യാനത്തിൽ. അപ്പോൾ യേശുവിലൂടെ വന്ന ദൈവരാജ്യത്തിൻ്റെ വചനം പല രീതിയിൽ സ്വീകരിക്കാം. ആദ്യത്തേത് കേൾക്കുന്ന ആൾ കേൾക്കുന്നു, പക്ഷേ യാതൊരു തരത്തിലും ഒരു ഫലം പുറപ്പെടുവിക്കുന്നില്ല. ഇപ്പോൾ കൺവെൻഷൻ പ്രസംഗം കേൾക്കുന്നു, വഴിയൊരികിൽ നിന്ന് കൺവെൻഷൻ പ്രസംഗം കേട്ടു, അവൻ്റെ വഴിക്ക് പോയി കേട്ടു, യാതൊരു ഫലവുമില്ല. അത് ഈ വഴിയരികിൽ വീണ വിത്ത്, ഇങ്ങനെയാണ്, കാക്ക കുത്തി കൊണ്ടുപോകുന്നതിലാണ്. അപ്പോൾ കേൾക്കുന്നവനാണോ വിത്ത് അതോ മനുഷ്യനാണോ, ഈ വിത്താണോ മനുഷ്യനാണോ, ഏത് ഭാവമാണെന്ന് പറയാൻ പ്രയാസമുണ്ടാകും. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഈ വഴിയരികിൽ വീണ വിത്തിൻ്റെ അവസ്ഥ വചനം കേട്ടിട്ട് ഫലം പുറപ്പെടുവിക്കാത്തവൻ്റെ അവസ്ഥയാണ്. യാതൊരു പ്രതികരണം ഉണ്ടാവാതെ ഒരു ചെവിയിലൂടെ കേട്ടു, മറ്റേ ചെവിയിലൂടെ പോകുന്നു. രണ്ടാമത്തേത് കുറച്ച് സമയം ഇത് കേട്ടു, ഇപ്പോൾ പാറപ്പുറത്ത് വീണ്, പാറപ്പുറത്ത് മണ്ണുണ്ടായിരുന്നു, പക്ഷേ മണ്ണധികമില്ല, വീടിന് ആഴമില്ല, അല്പ സമയത്തേക്ക് പിടിച്ചു നിൽക്കുന്നു, പക്ഷേ ക്ലേശങ്ങൾ, പ്രയാസങ്ങളുണ്ടാകുന്നു. വചനത്തിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ത്യാഗം സഹിക്കേണ്ടി വരുമ്പോൾ വിട്ടുപോവുകയാണ്. പ്രത്യേകിച്ചും മതപീഡനം ഉണ്ടാകുമ്പോൾ വചനത്തിൻ്റെ പേരിൽ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ അത് സഭയുടെ അവസ്ഥയാണ്, ഇന്നത്തെ അവസ്ഥയാണ്.
മാനസാന്തരപ്പെട്ടു, വചനം സ്വീകരിച്ചു, മാമോദീസ സ്വീകരിച്ചു, ദൈവത്തിൻ്റെ യേശുവിൻ്റെ സഭയുടെ ഭാഗമായി മാറുന്നു. പക്ഷേ ഇതിൻ്റെ പേരിൽ, സുവിശേഷം സ്വീകരിച്ചതിൻ്റെ പേരിൽ, ക്രിസ്തുവിൻ്റെ പേരിൽ ഏതെങ്കിലും സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, നഷ്ടങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഉപേക്ഷിച്ച് പോവുകയാണ്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി സുവിശേഷം ത്യജിക്കുന്നവർ, സമ്പത്ത് സൂക്ഷിക്കാൻ വേണ്ടി സുവിശേഷം ഉപേക്ഷിക്കുന്നവർ, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ വചനത്തോടുള്ള രണ്ടാമത്തെ പ്രതികരണമായി മാറുന്നു ഇത്. കേട്ടു, നമ്മുടെ എല്ലാവരുടെയും അവസ്ഥയാവാം. എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ അതിനേക്കാളും ഭേദം ഇതാണ്. അത് സാമ്പത്തിക തരത്തിലാവാം, സാഹോദര്യത്തിൻ്റെ തരത്തിലാവാം, ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ തരത്തിലാവാം, കുടുംബത്തിലാവാം, എവിടെയും ഈ പ്രശ്നമുണ്ടാകാം. അപ്പോൾ സുവിശേഷം അനുസരിച്ച് ജീവിക്കുന്നത് ക്ലേശകരമായെന്ന് തോന്നുമ്പോൾ അത് ഉപേക്ഷിക്കുക, ഇഷ്ടം പോലെ പോവുക. രണ്ടാമത്തെ അവസ്ഥ അതാണ്. മൂന്നാമത്തേത് മുള്ളുകൾക്കിടയിൽ വീണ വിത്തിനെക്കുറിച്ചാണ് പറയുക. മുള്ളുകൾക്കിടയിൽ വീണ വിത്ത് വചനം സ്വീകരിച്ചെങ്കിലും പലതരത്തിലുള്ള ജീവിത ക്ലേശങ്ങൾ. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ധനത്തിൻ്റെ ആകർഷണവും ലോക വ്യഗ്രതയും, ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കിക്കളയുന്നു. അതിന് ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ അല്പം കൂടി വിശദമായ ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. ലൂക്ക പറയുന്നത് ഇങ്ങനെയാണ്: വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നു. വചനം അനുസരിച്ച് ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാതിരിക്കാൻ പ്രധാനമായും വരുന്ന 3 കാരണങ്ങളാണിത്. ജീവിത ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു, ദാരിദ്ര്യം, രോഗം, ബുദ്ധിമുട്ടുകൾ. അതുപോലെ തന്നെ സമ്പത്ത് ചുരുക്കൂട്ടാനുള്ള ശ്രമത്തിൽ നീതിബോധമില്ലാണ്ടായി പോകുന്നു. അയൽക്കാരൻ്റെ പിടിച്ചു പറിക്കാനും, അന്യായം കാണിക്കാനും, കൈക്കൂലി വാങ്ങാനും, കള്ളക്കച്ചവടത്തിനും ഒന്നും മടിക്കാതെ പോകുന്നു. സമ്പത്തിൻ്റെ അടിമയായി മാറുന്നു. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് ആരാധിക്കാൻ പറ്റില്ല എന്ന് യേശു പറഞ്ഞതാണ്. അപ്പോൾ ധനത്തിൻ്റെ വ്യഗ്രതകൾ, സമ്പത്ത്. മൂന്നാമത്തേത് സുഖഭോഗങ്ങൾ. വളരെ വ്യക്തമാണ്. അപ്പോൾ ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ ഇവയെല്ലാം വചനം ഫലം പുറപ്പെടുവിക്കുന്നതിന് വിഘാതമായി നിൽക്കും. അപ്പോഴെന്തുകൊണ്ട് വചനം പുറപ്പെടുവിക്കുന്നില്ല? ഇതാണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്തിൻ്റെ അവസ്ഥ. അപ്പോൾ മറ്റൊരു ജീവിത സാഹചര്യമാണ്. പല രീതിയിലുള്ള ക്ലേശങ്ങൾ മനുഷ്യനെ ഞെരുക്കുന്നുണ്ട്. വചനത്തിന് വിരുദ്ധമായ ചിന്തകൾ കടന്നു വരുന്നത് കൊണ്ട്, ജീവിതശൈലി ഉള്ളതുകൊണ്ട് വചനം ഫലം പുറപ്പെടുവിക്കുന്നില്ല. ദൈവവചനം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. ഹൃദയത്തിൽ സമാധാനം, സമൂഹത്തിൽ സന്തോഷം, ഇതനുഭവിക്കാൻ സാധിക്കാതെ പോകുന്നത് ഇപ്രകാരമുള്ള വ്യഗ്രതകൾ കൊണ്ടാണ്. ഇത് മൂന്നാമത്തെ അവസ്ഥ. നാലാമത്തേത്, ഇതൊക്കെയാണെങ്കിലും വേറെ രീതിയിൽ വചനം സ്വീകരിക്കാൻ സാധിക്കും. അത് ലൂക്കാ സുവിശേഷം ഇപ്രകാരം പറയും: വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. വചനം കേൾക്കുന്നു, ദൈവവചനം വായിക്കുന്നു, കേൾക്കുന്നു. അത് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയം. ഹൃദയത്തിൽ സ്വാർത്ഥതയില്ല, ദുരയില്ല, അഹങ്കാരമില്ല, അപകർഷതാബോധമില്ല, അസൂയയില്ല. ശുദ്ധമായൊരു ഹൃദയം. പൗലോസിൻ്റെ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് സ്നേഹത്തിൽ നിറഞ്ഞ ഒരു ഹൃദയം, ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്ന, ദൈവത്തെ സ്വീകരിക്കാൻ സന്നദ്ധമാകുന്ന ഉത്കൃഷ്ടമായ ഹൃദയം, അധമമായ വികാരങ്ങൾക്ക് അടിപ്പെടാത്ത, അനർഹമായ നേട്ടങ്ങൾക്ക് വേണ്ടി ദാഹിക്കാത്ത, ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഒരു ഹൃദയത്തിൽ സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ഫലം പുറപ്പെടുവിക്കും. ഇപ്രകാരം ഫലം പുറപ്പെടുവിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ഈ വിധക്കാരൻ്റെ ഉപമ വ്യാഖ്യാനിച്ചു വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സത്യത്തിൽ നിന്ന് വിവിധങ്ങളായ ആപ്ലിക്കേഷനിലേക്ക്, ഒരു ജീവിതത്തിൽ പ്രായോഗിക തലങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റീഡിങ്, പുനർവായന നമുക്ക് ആവശ്യമാണ് താനും. അപ്പോൾ രണ്ടും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഒന്ന് മറ്റൊന്നിനേക്കാൾ മെച്ചമാണെന്നോ ഒന്ന് മറ്റൊന്നിനെ ഒഴിവാക്കണമെന്നോ ഇല്ല. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ യേശു പറഞ്ഞ ആ ഉപമ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള അർത്ഥമുണ്ടാകും. തീർച്ചയായിട്ടും അതിലൂടെയാണ് വചനം ജീവദായകമാകുന്നത്. സെഫിരയിൽ എന്ന സംവിധാനം ചെയ്ത ജീസസ് ഓഫ് നാസറത്ത് എന്ന ഫിലിമിൽ, നസ്രത്തിലെ യേശു എന്ന ഫിലിമിൽ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. കഫർനാവിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന യേശു, ആ യേശു അവിടെ പറയുകയാണ്, ഉപമ വിശദീകരിക്കുമ്പോൾ, ദൈവരാജ്യത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ പറയും, ദൈവത്തിൻ്റെ വചനം കൽപ്പലകകളിൽ ചത്ത ലിപിയായി ഇരിക്കാനുള്ളതല്ല. The word of God should not remain dead letters on a tablet of stone. ദൈവത്തിൻ്റെ വചനം കൽപ്പലകയിൽ ചത്ത ലിപികളായിട്ടിരിക്കാനുള്ളതല്ല. അതെൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടതാണ്. ജീവിതത്തിൽ ചലനമുണ്ടാക്കണം. അവർ ശരിക്കും ഡെഡ് ലെറ്റേഴ്സ്. ജീവിതത്തിൽ അത് എന്നോട് പ്രതികരിക്കുന്നില്ല, എന്നോട് സംസാരിക്കുന്നില്ല എങ്കിൽ, ഞാൻ ആ വചനത്തോട് പ്രതികരിക്കുന്നില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഈ വചനം ചത്ത ലിപിയായിത്തീരും. വചനം ജീവദായകമാകുന്നത്, എൻ്റെ വഴി പ്രകാശമാകുന്നത് ഞാൻ അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഉപമകൾ
അന്ന് പറഞ്ഞതിന് അതിനർത്ഥമുണ്ട്. പക്ഷേ ഇന്ന് എന്നോട് പറയുന്നതാണെന്ന് കൂടി ഓർക്കുക. എന്നോടാണൊരു തീരുമാനമെടുക്കാൻ പറയുക. ഈ കഥ കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് പഴയതുപോലെ പോകാൻ സാധിക്കില്ല. എൻ്റെ ഹൃദയം എപ്രകാരമുള്ളതാണ്? പറവകൾക്ക് കുത്തിക്കൊണ്ടുപോകാൻ പോകുന്ന വഴിവെക്കാണോ എൻ്റെ ഹൃദയം? അതോ കഠിനമാകുന്ന ക്ലേശങ്ങൾക്ക് മധ്യേ എല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരു പാറ പോലെയുള്ളതാണ് ഹൃദയം? അതോ അനേകമായ വ്യഗ്രതകൾ കൊണ്ട് ദൈവവചനത്തിന് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത മുൾച്ചെടികൾ നിറഞ്ഞതാണോ എൻ്റെ ഹൃദയം? അതോ ഉത്കൃഷ്ടവും നിർമ്മലവുമാണോ? തീരുമാനമെടുക്കേണ്ടത് ഞാനാണ്. പക്ഷെ ഒരു കാര്യം കൂടി ഓർക്കണം, എൻ്റെ ഹൃദയം നിർമ്മലവും ഉത്കൃഷ്ടവും അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്ന വചനം നഷ്ടപ്പെട്ടു പോയാൽ എനിക്ക് നഷ്ടപ്പെടുന്ന ജീവൻ തന്നെയായിരിക്കും. ദൈവം നൽകുന്ന രാജ്യം ദൈവത്തിൻ്റെ സ്നേഹമാണ്, നിത്യമായ ജീവനാണ്. അത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ എനിക്ക് സംഭവിക്കാൻ പോകുന്ന നിത്യനഷ്ടമായിരിക്കും. അപ്പോൾ യേശുവിൻ്റെ ഉപമകൾ കേൾക്കുമ്പോൾ എന്നോട് തന്നെയാണ് ഇത് പറയുന്നതെന്നും ഞാൻ തീരുമാനമെടുക്കാൻ നിർബന്ധിതനാകുന്നു എന്ന കാര്യം മറക്കാതിരിക്കണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ യേശുവേ, ദൈവത്തിൻ്റെ സ്നേഹവും അനന്തമായ കാരുണ്യവും കൃപയും കരുതലും അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. അനേകം കഥകളിലൂടെ ഫലം പുറപ്പെടുവിക്കുന്ന വചനമായി ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് വിതച്ചു. ഞങ്ങളുടെ ഹൃദയം നിർമ്മലവും ഉത്കൃഷ്ടവുമായിരിക്കാൻ അവിടുന്ന് കൃപ നൽകണമേ. അങ്ങയുടെ വചനം, ദൈവരാജ്യത്തിൻ്റെ വചനം നൂറുമേനിയായി ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ശാന്തിയിലും വളരാനും ഇത് ചുറ്റുപാടുമുള്ളവർ പ്രസരിപ്പിക്കാനും കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.